സോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി മത്സരമാണ് നാളെ, അതായത് 7:00 കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരം. എന്തായാലും പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥിതിക്ക് ഈ മത്സരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ തന്നെ ആർക്കും ഉണ്ടാവില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാരണം മുംബൈ സിറ്റി FC ആണ്, കുറച്ച് പ്രതികാരങ്ങളൊക്കെ മണക്കുന്നുണ്ട് അല്ലേ. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലൊക്കെ വിജയിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ചെങ്കിലും ആരാധകർക്ക് ഈ അവസാന നിമിഷമെങ്കിലും ഒന്ന് സന്തോഷിക്കാനുള്ളതെങ്കിലും കൊടുത്തൂടെ. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും TV സ്ക്രീനിൻ്റെ മുമ്പിലിരുന്നും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും കളി കാണുന്ന ആൾക്കാരുണ്ട്. പ്രതീക്ഷകളില്ലാഞ്ഞിട്ടും കളി കാണുന്ന ആൾക്കാരുണ്ട്. സോ ഇവരൊക്കെ എന്ന് പറയുന്നത് ഡൈ ഹാർഡ് KBFC ഫാൻസാണ്. അത് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. സോ അങ്ങനെയുള്ള ആരാധകർക്ക് ഈ മത്സരം ഒന്ന് വിജയിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ, അതായത് ആ ഒരു ടീമിൻ്റെ കടമയാണ് എന്നുള്ളതാണ്. നമ്മുടെ അവസാനത്തെ ഹോം മത്സരം കൂടെയാണ് മുംബൈ സിറ്റി FCക്കെതിരെ നടക്കാനായിട്ട് പോകുന്നത്. ഈ മത്സരത്തിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു, നോഹ സദോയി അവൈലബിൾ ആണോ എന്നുള്ളത്. സോ നോഹ സദോയി ഫുൾ ഫിറ്റ്നസ്സോട് കൂടിയിട്ട് ടീമിൻ്റെ ഒപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അവൈലബിൾ ആണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പരക്കുന്നുണ്ട്. സോ അദ്ദേഹത്തെ ടീമിലേക്ക്, അതായത് ഫസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് TG പുരുഷോത്തമൻ എന്ന് പറയുന്ന നമ്മുടെ കോച്ചിൻ്റെ തീരുമാനങ്ങളായിരിക്കും. എന്തായാലും അദ്ദേഹം ഫുൾ ഫിറ്റോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഹീസ സിമിനിയസിനെ സംബന്ധിച്ചിടത്തോളം ട്രാവലിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു വീഡിയോ ആണ്, അതല്ലെങ്കിൽ ഒരു ന്യൂസാണ് നമുക്ക് പുറത്തു വന്ന് കിട്ടിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോം മത്സരം ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ആൾക്കാരുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പ്ലേ ഓഫ് ഇല്ലല്ലോ. പിന്നെ വല്ലാത്തൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ മത്സരത്തിൻ്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞു എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ആകെ ഉണ്ടായിരുന്നത് 5 മിനിറ്റ് ആയിരുന്നു അത്രേ. ഉള്ള മീഡിയാസ് എല്ലാവരും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള TG പുരുഷോത്തമനും അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ ആയാലും അവരുടെ ഓരോ കാര്യങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഇല്ല, അതല്ലെങ്കിൽ ഇനി പറയാൻ ഉത്തരങ്ങളില്ല, പറഞ്ഞ് തന്നെ വീണ്ടും പറയുന്നു എന്നുള്ളതാണ് ഓരോ ന്യൂസ് റിപ്പോർട്ടർമാരും അവിടെ ഒരു പ്രസ് കോൺഫറൻസിൽ ഉണ്ടായിരുന്ന ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും ഒരു ദാരിദ്ര്യത്തിലൂടെയാണ് നമ്മുടെ ടീം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ, ഇനി ശേഷിക്കുന്ന 2 മത്സരം കൂടി വിജയിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ നമുക്ക് 7ാം സ്ഥാനത്തോ 8ാം സ്ഥാനത്തോ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം 33 പോയിൻ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒഡീഷ FCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 33 പോയിൻ്റാണ് ഉള്ളത്. പക്ഷേ ഒഡീഷ FCയുടെ 24 മത്സരം ഫുള്ളായിട്ടുണ്ട്. മുംബൈ സിറ്റി FC ഇത് 23ാമത്തെ മത്സരമാണ് കളിക്കാനായിട്ടിരിക്കുന്നത്. സോ ഒന്ന് വിജയിക്കുകയോ സമനിലയാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മുംബൈ സിറ്റി FCക്ക് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ബാംഗ്ലൂർ FCയുടെയും ബ്ലാസ്റ്റേഴ്സിൻ്റെയും കയ്യിലാണ് ഒഡീഷ FCയുടെ പ്രതീക്ഷകൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ഇരു ടീമുകൾ തമ്മിലുള്ള കണക്കിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കെന്നും പ്രതികാരം വീട്ടാനുള്ള തന്നെ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. സോ മുംബൈ സിറ്റി FCക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയേണ്ടത് യുവതാരങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതലായിട്ട് പ്രയോറിറ്റി നൽകുന്നത് ആ ഒരു കാര്യത്തിന് തന്നെയായിരിക്കും. എന്തായാലും ലൈനപ്പിലേക്ക് വരുമ്പോൾ ഡിഫൻസ് നിലയിൽ മിലോസ് റിൻസിച്ചും അതുപോലെ തന്നെ ഡുസൻ ലഗോട്രെ, നവോച്ച സിംഗ്, ഐബാൻ ഡോളിങ് ആയിരിക്കും. മധ്യനിരയിൽ നമ്മുടെ ലൂണയും അതുപോലെ ഐമനും അതുപോലെ എനിക്ക് തോന്നുന്നു വിപിൻ മോഹനുമായിരിക്കും. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അവിടെ കോറോ സിംഗ് അതുപോലെ ക്വാമി പെപ്ര, നോഹ സദോയി ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്കോർ പ്രഡിക്ഷൻ ജസ്റ്റ് ഒന്ന് ഇടയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും. അതിലേക്കും ബൈ.